സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം എന്ന് പറയോ? എന്ത് ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായി സേഫായി ഹാപ്പി ആയിരിക്കണ്ടല്ലോ അല്ലേ? ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അതായത് അവിട്ടം ദിനത്തിലെ അപ്പോൾ തൃക്കാരപ്പനെയൊക്കെ വെച്ച് വിളക്ക് വെച്ചിട്ട് ഞാൻ ചുമ്മാ രാവിലെ തൊട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. തീരെ വരൂ. ഹാപ്പി ഓണം. എല്ലാരും ഓണം അടിച്ചു പൊളിച്ചോ? നീരപ്പന്റെ പുതിയ ഓണക്കോടി അച്ചാച്ച എടുത്തു കൊടുത്ത കേട്ടോ. ഇന്നലെ ഇടാൻ പറ്റിയില്ല. ഇന്ന് നമ്മള് ഒരു ടൂർ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ രാവിലെ തൊട്ട് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. പനി ഉണ്ടായിരുന്നു 2-3 ദിവസമായിട്ട്. അപ്പോൾ ഇന്നത്തേക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ കഞ്ഞി കൊടുത്തൊന്ന് സമാധാനമാക്കി കെടുക്കാൻ വെച്ചിട്ട് തക്കാളി ചമ്മന്തിയാണ് കേട്ടോ കഞ്ഞിക്ക് കൂട്ടുണ്ടാക്കണത്. അപ്പോൾ അവൻ ചിരിക്കണ്ടെങ്കിലും ഇടയിൽ കരയുന്നുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കരച്ചിൽ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ചൂടുള്ള കഞ്ഞി ഇങ്ങനെ ഊതി ഇങ്ങനെ ഗുപ്തൻ്റെ വായിൽ ചൂട് ചായ ഒഴിക്കണ പോലെ ഞാനങ്ങനെ കഞ്ഞിയൊക്കെ ഒഴിച്ച് പായ വിരിച്ച് കിടത്തണതിൻ്റെ ഇടയിലാണ് ജിഷ്ണുവൊക്കെ വന്നത് കേട്ടോ. ജിഷ്ണുവിൻ്റെ ഉണ്ണീനെ ഞാൻ കാണിച്ചു തരാം. നല്ല ക്യൂട്ട് ബേബിയാണ് കേട്ടോ. അത് കുഴപ്പമില്ല. എന്നിട്ട് വീട്ടിൽ വിളിക്കുക സുന്ദരി പെണ്ണാണ്. ഹായ്. നാളെ വീഡിയോയിൽ ഇടാളതാ. ഹലോ ഗായ്സ് എന്ന് പറയൂ. ഹലോ ഗായ്സ്. ഹലോ ഗായ്സ്. അതിന് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് 1 മണിക്കായിട്ട് അവർ പോകുമ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത്. പിന്നെ അതാ നമുക്ക് നമ്മുടെ ട്രിപ്പ് എന്നാണ് കേട്ടോ. അപ്പോൾ അതിന് പോകാൻ നിൽക്കുകയാണ്. മാളും ഞാൻ നേരെ നമ്മുടെ സ്മോക്കിയുടെ വീട്ടിലേക്കായിട്ട് പോകണം. അമ്മയില്ല, ഞാൻ അച്ഛൻ ചേട്ടനാ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. പിന്നെ പോണത് പറഞ്ഞില്ലേ, ലോഹോ ബീച്ചിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ പോണത്. ഹലോ ഹായ് ഹായ് ഹലോ ഹായ്. നീ എന്താ ഇവിടെ? വല്യമ്മ വയറലാവുന്നു. അയ്യോ ഞാനാ വലുത്. എന്ത് ദേഷ്യപ്പോ നാളെ യൂട്യൂബില് ഇരു
ശില്പിയും സുരേഖാൻ്റെയും ഒക്കെ വടക്കേശാൻ്റെ നാട്ടിൽ കയറിയത്. അവരുടെ വീട് ആൽപ്പാറ പട്ടിക്കാട് എന്നൊക്കെ പറയും, ബീച്ച് അവിടെയാണ് കേട്ടോ. അപ്പോൾ അവർ നേരെ 3 പിള്ളേരെയും കൊണ്ടിട്ടാട്ടോ ആൻറ്റി ശില്പമൊക്കെ കൂടിയിട്ട് ഇങ്ങനെ വടക്കേശാൻ്റിക്ക് വന്നത്. ആ കുട്ടിക്ക് പേടിയായി ഗൈസ്, ആ കുട്ടിക്ക് പോകണ്ടപ്പോ പേടിയായി ഗൈസ്. നീരു നീരു ഇച്ചു വണ്ടിയിൽ കയറിയപ്പോഴേ ബാക്കി എല്ലാവരും ബാക്കിലേക്ക് പോയി കുട്ടീനെ ഇവിടെ പിടിച്ചെടുത്ത് ഇപ്പം ആകെ ഷോക്കായി ഞാൻ. എന്നിട്ട് പൊക്കം കണ്ടപ്പോൾ മനസ്സിലായപ്പോൾ പിന്നിക്ക് വിട്ട് പിന്നെ ശില്പം കൊണ്ട് ഓടി വന്നിരുന്നു കേട്ടോ. പിന്നെന്തോ വെള്ളം കളി എന്തൊക്കെയോ, വെള്ളമില്ലാട്ട വള്ളം കളി എന്തൊക്കെയോ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ നേരെ ഓഹോ ബീച്ചിലേക്ക് എത്തി. നമ്മൾ ആദ്യം എത്തിയ പിന്നെ സ്മോക്കി പിന്നാലെ കാറിൽ വരിക ചെയ്തേട്ടോ. ആ വളരുണ്ട്, വളരും തോടുക. അപ്പൊ ഇതാണ് കേട്ടോ ശ്രുതി ചേച്ചി, നമ്മുടെ മൂത്ത വല്യച്ഛൻ്റെ മൂത്ത മകളാണ് ഗൈസ്. രണ്ടാമതൊരു ചേച്ചിയുണ്ട് സ്വാതി ചേച്ചിയാണ് കേട്ടോ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ചേച്ചിക്ക് വരാൻ പറ്റാഞ്ഞു. സ്വാതി ചേച്ചിയുടെ എന്താ പറയുക കുറേ നാളത്തെ ചെറുപ്പം തൊട്ടേയിട്ടുള്ള ആഗ്രഹമായിരുന്നു എല്ലാവരും കൂടെ ഇങ്ങനെ ഒരു ഫാമിലി ആയിട്ട് ട്രിപ്പ് അടിക്കണം എന്ന്. പക്ഷെ ദൈവം സഹായിച്ച് പ്ലാനിങ് എല്ലാം കൂടെ സെറ്റായി വന്നപ്പോൾ ചേച്ചിക്ക് ആരോഗ്യം നല്ല അങ്ങോട്ട് സെറ്റായിട്ടുണ്ടായിരുന്നില്ല. ഡെലിവറി എടുക്കും തോറും ക്ഷീണം കാര്യങ്ങളൊക്കെ കൂടുമല്ലോ. അപ്പോൾ ചേച്ചി വിചാരിച്ച പോലെ ആയില്ല. ആ സമയമാകുമ്പോൾ ക്ഷീണമൊക്കെ കൂടി. എന്നാൽ പിന്നെ ഇനിയിപ്പോൾ വരുന്നില്ല, അടുത്ത വട്ടം എന്തെങ്കിലും പൂമ്പാവാ വിചാരിച്ചു. ഇനിയിപ്പോൾ നമ്മുടെ സ്മോക്കി ചേട്ടൻ ഇനിയും ടൂർ കൊണ്ടുപോകും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ഇനിയും പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ, അടുത്ത ട്രിപ്പിൽ വരാമെന്നൊക്കെ. പിന്നെ ഇതാരാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, സ്മോക്കിയുടെ അനിയത്തിയാണ് സൗമ്യ. അപ്പം എന്നോട് ചിലവരൊക്കെ ചോദിക്കും സ്മോക്കിയുടെ അനിയത്തിയിലേതാന്നൊക്കെ. ഇതാണ് കേട്ടോ.
സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം എന്ന് പറയോ? ഒന്ന് പറയോ ഗൈസ്? അപ്പൊ എല്ലാവരും ഉള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ, പിന്നെ എന്നിട്ട് സപ്പോർട്ട് ചെയ്യാ, പിന്നെ ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. ചെരുപ്പിലത്തെ ഇത് തട്ടിക്കളാ. സൂര്യകാന്തി അപ്പൊ എപ്പ എത്താനല്ലേ? ഇങ്ങോട്ട് കയറുന്ന സമയത്ത് വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പോകുമ്പോ നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് തിരിയാൻ സ്ഥലമില്ല. ഫാമിലി കള്ള് ഷാപ്പ് നോക്കിയിട്ടാണ് നമ്മൾ പോയത്. എന്തായാലും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെ. ഒരു ഷാപ്പിലെ രുചി എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. പക്ഷേ ചെന്ന് പെട്ടപ്പോൾ കേടായ പൊറോട്ടയൊക്കെ ആട്ടോ നമുക്ക് കിട്ടിയത്. സന്തോഷം, ഒരു തെളിവ്, ഒരു തെളിച്ചം. ഞാൻ കുടിക്കട്ടെ? എരിവ് വേണോ? കഴിക്കുന്ന എരിവില്ലാത്ത തരാം. ഫുഡ് മൊത്തം ഫ്ലോപ്പായിട്ടോ, മൊത്തം ഫ്ലോപ്പായി ഗൈസ്. പൊറോട്ടയൊക്കെ കേടായി ഗൈസ്. നമ്മൾ വേറെ അൽഫാം കഴിക്കാൻ പോവാട്ടോ. ഇങ്ങോട്ട് വന്നപ്പോഴേക്കും പിള്ളേർ വിശന്നാകെ വാശിയായി തുടങ്ങിയപ്പോഴാണ് കേടായ പൊറോട്ടയും കാര്യങ്ങളൊക്കെ കിട്ടിയത്, താടാവ് കറിയും. പക്ഷെ അവർ അതിൻ്റെ ബില്ലൊന്നും എടുത്തില്ല, കള്ളിൻ്റെ മാത്രം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് മന്തി കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. നീരപ്പൻ്റെ പനിയൊക്കെ വല്ലാണ്ട് കൂടി ഞാൻ മരുന്ന് കൊടുത്തില്ല, ഇരുന്നു കേട്ടോ നേരത്തെ എത്തുന്നത് വിചാരിച്ച്. മന്തി ക്യാൻസലാക്കി നമ്മൾ വേറെ എന്തെങ്കിലും ദോശ എന്തെങ്കിലും മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സാധാ ഒരു ഫാമിലി റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടോ. നേരത്തെ കള്ളിൻ്റെ കൂടെ ഫുഡിൻ്റെ പൈസ എടുത്തൊന്നും എനിക്കറിയില്ല കേട്ടോ. സ്മോക്കി കൊടുത്തു എന്താണെന്നറിയില്ല, എല്ലാം അവൻ്റെ വകയാണല്ലോ. അപ്പോൾ ഇവിടെയുള്ളവർ പറഞ്ഞത് എടുത്തിട്ടില്ല എന്ന് ആ ഒരു അറിവിൽ പറഞ്ഞതാട്ടോ. ഒന്നും കൂടെ അപ്പുറത്തെ മാളൂന് എങ്ങനെയാ ഇതായിന്? ഭയങ്കര ഫിറ്റായിട്ട് മാളു വളരെ കുറച്ച് ഫുഡാണ് കഴിച്ചത്. അവസാനം അവര് പറഞ്ഞു ഇവിടെ ഫുഡില്ല. രണ്ട് പിന്നെ ഒരു കുപ്പി കള്ളും കുടിച്ചു. ഒരു കുപ്പിയാ അവിടെ കല്ല് ഇവിടെ വേറെ കുപ്പിയിലാക്കി പാഴ്സൽ. അവളുടെ ഫുഡ് പോരണ്ട് ഇവൾ അപ്പുറത്തെ പാത്രത്തിൽ നിന്ന് മാരി എടുക്കുന്നു. നോക്കൂ അവിടെ നിന്ന് വന്ന പാത്രം. മാളൂനെ പാത്രം കഴിക്കാൻ ഇവിടെ നിർത്തേണ്ടി വരുമോ? ഇവളെ ക്ലീൻ ആക്കിയ പ്രകാരം ക്ലീൻ ചെയ്യണ്ടെങ്കിൽ അവർക്ക് അടുത്ത ഫുഡ് ഇട്ട് കൊടുക്കാം. മാളു മതി മതി, അമ്മക്ക് പനി. ചലഞ്ച് എന്താ തരാന്ന് പറഞ്ഞ? പറ. 100
കെട്ടിച്ചു തരൂ ആണോ നോക്കട്ടെ കിട്ടില്ല എന്താ നിങ്ങൾ ഓൺ ചെയ്യാൻ പറഞ്ഞ് എന്റെ സ്പേസ് കൂടുതൽ ചലഞ്ച് ഒന്നും കേട്ടോ നോക്കാം വീഡിയോ 100 ലൈക്ക് അല്ല 100 ഇത് നീ എത്ര പ്ലേറ്റ് ഫുഡ് കഴിച്ചു ഞാൻ ഹാഫ് പട്ടി എന്റെ എവിടെ പ്ലേറ്റ് അപ്പുറത്തുനിന്ന് പ്ലേറ്റ് അവിടെ നിന്ന് ഒരു മുട്ട ഇവിടുന്ന് 2 സ്പൂൺ അത് ഇവിടെ ബാക്കി വെച്ചത് ഫുഡ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് പട്ടിക്കാട് വരെ കൊണ്ടാക്കണം ഇവര് മാത്രം ഇറങ്ങണല്ലോ ഞങ്ങള് വീണ്ടും ടൂറാണ് അവര് നാട്ടു റോട്ടിലാണ് ഒക്കെ ഫ്രീ ഇവിടെ ആദ്യത്തെ പൊറോട്ട അയച്ച ശേഷം അവര് പറഞ്ഞു ഫ്രീ പൈസ വേണ്ട ആ പൊളിക്കും നിന്റെ പൈസ ഇവളുടെ വൈറ്റിലേ കൊക്കപ്പുഴ മാത്രം പട്ടിക്കാട് വെച്ചേരാം ഒരു കുപ്പി കള്ള് ഫ്രൈഡ് റൈസ് പൊറോട്ട അതിന് ശേഷം ഇന്നൊരു വീട്ടിൽ കറി വീട്ടില് കഞ്ഞിയും ജിമ്മിന് പോണേ മസിൽ അതാ പറഞ്ഞ ഇവിടെ ജിമ്മ് കാര്യമില്ല 6 മാസം പോയിട്ട് ഇവളാണ് ട്രെയിനർ തടി കുറയോ ഫ്രൈഡ് റൈസ് കള്ള് ഷാപ്പിന്റെ ചപ്പാത്തി പോർക്ക് എന്നിട്ട് അവൾക്ക് KFC വന്ന് അത് ശേതയുടെ ഞങ്ങൾ പങ്കെടുക്കാനുള്ള പ്രൊമോഷൻ ഇൻകം ടോപ്പിക്ക് മാറ്റി നിന്റെ 24 മണിക്കൂർ അവന്റെ ഇതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങിടും അവിടെ ഇങ്ങിടും എന്റെ 2 സൈഡിൽ നിന്നുള്ള വ്ളോഗ് നിങ്ങൾ കാണുന്നത് 2 പേരുടെ ചാനൽ കയറി കാണാം എന്താ ചെയ്യാ ഫുഡ് എന്നിട്ട് കഴിച്ചേ മണത്തോക്കട്ടെ ആ ബിരിയാണിയാണ് അവനോ നീ എന്താ കഴിച്ചേ കായ ബജ്ജി എങ്ങനെയുണ്ടായിരുന്നു നാളെ വീഡിയോ മറക്കാണ്ട് കണ്ടോളോ ഇത് രാത്രി ഇരുന്ന് എഡിറ്റ് ചെയ്യണം പിള്ളേരിനെയും കൂടി തിരിച്ചു പോകാൻ പറ്റാത്തതുകൊണ്ട് ബസ്സിലൊന്നും പോകാൻ സേഫ് അല്ലല്ലോ രാത്രി. അപ്പോൾ സ്മോക്കി ആൻറ്റീനെയും ശില്പാനെയും പിള്ളേരിനെയൊക്കെ വീട്ടിൽ കൊണ്ടാക്കാൻ അവരുടെ ബാഗും സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവരിറങ്ങുമ്പോൾ ദിൽജിത്തൊക്കെ ഇതാ തിരിച്ച് നമ്മുടെ വണ്ടിയിലേക്ക് കയറുകയായിട്ട്. അവർ പോകുമ്പോൾ കാറിലാണ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പോണ വഴിക്ക് കോളേജിൽ എത്തിയപ്പോൾ സുഭാഷ് വില്ലേജിൻ്റെ സ്റ്റോപ്പിൽ അവർ ഇറക്കി വിട്ടു കേട്ടോ. കാരണം അച്ഛനാണ് അവരെ സ്മോക്കിയുടെ അവിടെ കൊണ്ടാക്കിയത്. ഇനിയിപ്പോൾ വരുമ്പോൾ 2-3 ട്രിപ്പ് അടിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഈ ട്രാവലറിൽ തന്നെ സ്മോക്കിയുടെ അവിടെ പോയി വണ്ടി എടുത്തിട്ട് തിരിച്ചു വരണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. നമ്മുടെ ഓണം ഹാപ്പി ആയിരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ടാറ്റ, അടുത്ത വീഡിയോയിൽ കാണാം.